ആടുയുഗം എന്ന ഈ വീഡിയോയിലേക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന നമ്മുടെ ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും കഥ ഒന്നാണ്. അതായത് ഒരു മനുഷ്യനാൽ മറ്റൊരു മനുഷ്യൻ അടിമയാക്കപ്പെട്ടതിൻ്റെ കഥ. മരണത്തേക്കാൾ ഭയാനകമാണ് പാരതന്ത്ര്യം എന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞ കഥ. അർബാബിനാൽ അടിമയാക്കപ്പെട്ട നജീബിൻ്റെയും പോറ്റിയാൽ അടിമയാക്കപ്പെട്ട തേവൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ കഥ. പ്രമേയുഗത്തിലേത് 100% ഒരു സാങ്കല്പിക കഥയാണ്. അതിലെ പോറ്റിയാകട്ടെ മനുഷ്യരൂപം പൂണ്ട ചാത്തനും. എന്നാൽ ആടുജീവിതത്തിൻ്റേത് സാങ്കല്പികമല്ല, നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള ക്രൂരമായ ഒരു സത്യമാണ്. നജീബ് എന്ന മനുഷ്യൻ അത് അനുഭവിച്ചതാണ്. ഇന്നും നമുക്കറിയാത്ത പലയിടങ്ങളിലും പല നജീബുമാർ ഇത് അനുഭവിക്കുന്നുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അധികാരത്തിന്റെ മദ്യം നുണയുന്ന അർബാബുമാരും പോറ്റിമാരും മരുഭൂമിക്ക് നടുവിലും ഒറ്റപ്പെട്ട മനകളിലും മാത്രമാണോ ഉള്ളത്? നമുക്ക് ചുറ്റിനും നമ്മളിൽ ഒരാളായി ഇവരുമില്ലേ? ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, വീട് എന്ന ചെറിയ ചട്ടക്കൂടിനുള്ളിൽ പോലും തന്റെ അധികാരം സ്ഥാപിച്ച് വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളെ പോലെ കണ്ട് അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് തന്റെ ചൊൽപ്പടിയിൽ അവർ നിൽക്കുന്നത് കണ്ട് പ്രമേയുഗത്തിലെ പോറ്റിയെപ്പോലെ ഉള്ളിൽ അട്ടഹസിക്കുന്ന ഗ്രഹനാഥന്മാർ നമുക്കിടയിലില്ലേ? ആടുജീവിതത്തിലെ അർബാബിനെ പോലെ തന്റെ തൊഴിലാളികളെയും തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെയും ഉച്ചത്തിൽ അസഭ്യം പറയുകയും വേണ്ടി വന്നാൽ കായികമായി പോലും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മാനേജർമാരും മുതലാളിമാരും നമുക്കിടയിലില്ലേ? തന്റെ മുന്നിൽ അടിമയെപ്പോലെ നിൽക്കാത്ത വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുകയും ശാരീരികമായി വേദനിപ്പിക്കുകയും വേണ്ടി വന്നാൽ അവരെ പരീക്ഷകളിൽ തോൽപ്പിച്ച് ഭാവി തന്നെ തുലയ്ക്കുകയും ചെയ്യുന്ന അധ്യാപകന്മാരും നമുക്കിടയിൽ തന്നെ ഇല്ലേ? ആടുജീവിതം എന്ന സിനിമ അടിമത്തത്തിൽ നിന്നുള്ള നജീബ് എന്ന മനുഷ്യന്റെ സർവൈവലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും വീടുകളിലും അടിമയാക്കപ്പെട്ട എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഊർജം നൽകട്ടെ. അതോടൊപ്പം വീടുകളിലും സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും തന്റേതായ അധികാര വലയത്തിനുള്ളിൽ മനുഷ്യത്വം തീരെയില്ലാതിരിക്കുന്ന അർബാബുമാരും പോറ്റിമാരും തന്റെ ഉള്ളിലെ നികൃഷ്ടജീവിയെയും ചാത്തനെയും കുടിയൊഴിപ്പിക്കട്ടെ. എല്ലാവരുടെയും ജീവിതം സുന്ദരമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.